കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായ PMGSY പ്രൈം മിനിസ്റ്റർ സഡക് യോജന എന്നാണ് പറയുന്നത്. അതിന്റെ ആ പദ്ധതിയിൽ പെടുത്തി 1 കോടി രൂപ മുടക്കി 8 ലക്ഷം 1 കോടി 8 ലക്ഷം രൂപ മുടക്കി ചെലവില് 1.5 കിലോമീറ്ററോളം നമുക്ക് നീളമുണ്ട്. ഈ റോഡിന്റെ നമ്മൾ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ലോക്സഭാ മണ്ഡലത്തിലെ ഈ 7th ഫേസിൽ നമുക്കറിയാം PMGSYയുടെ 7th ഫേസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ആദ്യമേ നടക്കുന്ന ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. കടപ്പളാമറ്റം നടന്ന 2ാമത്തെ ഉദ്ഘാടനമാണ്. അത് ടെൻഡർ നടന്നു. അത് പ്രത്യേക ഒരു താല്പര്യം എടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ പണി ഉടനെ തന്നെ ആരംഭിക്കും, അതിന്റെ പണി പൂർത്തിയാക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സെൻട്രൽ റോഡ് ഫണ്ട് തൊട്ടടുത്തുള്ള ഒഴുവൂർ പഞ്ചായത്തിൽ കൂടെ നമുക്കറിയാം. ആ പഞ്ചായത്ത് കൂത്താട്ടുകുളത്തുനിന്ന് വരുന്ന റോഡ് ഒഴുവൂർ വന്ന് നേരെ നമ്മുടെ കുടക്കച്ചിറ കൂടി പാലായിലേക്ക് പോകുന്ന സെൻട്രൽ റോഡ് ഫണ്ടാണ്. 13 കോടി രൂപ മുടക്കി ആ റോഡ് നമുക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു BMDCയിൽ. അതോടൊപ്പം തന്നെ കൂത്താട്ടുകുളത്ത് നിന്ന് രാമപുരം കൂടി, പ്രത്യേകിച്ച് തീർത്ഥാടകർ ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ ഗതാഗതം ഗുരുക്കുണ്ടാകുന്ന പ്രദേശങ്ങളാണ്. അവിടെ എല്ലാം നല്ല നിലവാരത്തോടുകൂടി പണി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 15 കോടി രൂപയിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ റോഡ് ഫണ്ട്, അത് സെൻട്രലിന്റെ മാത്രമായിട്ടുള്ളതാണ്. ആ റോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 70ഓളം കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള പണികൾ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു. ഈ അടുത്ത നാളിൽ തന്നെ നമുക്കറിയാം, ഇവിടുന്നൊക്കെ പലപ്പോഴും ആൾക്കാർ എറണാകുളത്തു നിന്നൊക്കെ വരുമ്പോഴും മറ്റു പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ, എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ വരാറുള്ളത് നേരെ കിടങ്ങൂര് വന്ന്, അല്ലെങ്കിൽ ഇവിടുന്ന് കടപ്പളാമറ്റം വന്ന് കിടങ്ങൂര് ചെന്ന് അവിടുന്ന് അയർക്കുന്നം കൂടി മണർകാട് ചെന്ന് കോട്ടയം ടൗൺ കൂടാതെയും ചങ്ങനാശ്ശേരി ടൗൺ കൂടാതെ തിരുവല്ലായിൽ പോയി ചാടുന്ന ആ ഒരു ബൈപ്പാസ് ഉണ്ട്. അത് വാകത്താനം കൂടി നേരെ തെങ്ങന കൂടി പെരുന്തുരുത്തി പോയി ചാടുന്നതാണ്. അപ്പോൾ ആ വഴിക്ക് കഴിഞ്ഞ ഒരു 3 മാസക്കാലം മുമ്പ് കേന്ദ്രത്തിന് നിവേദനം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 20 കോടി രൂപ കേന്ദ്രത്തിന്റെ റോഡ് ഫണ്ട് അവിടെ നൽകിയുണ്ടായി.